വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഓൾ ഗായ്സ്. ഇപ്പം നമ്മൾ ഇന്ന് താഴെ പോവാണ് കേട്ടോ. എന്തിനാന്നല്ലേ ആലോചിക്കുന്നത്? ഇത് എൻ്റെ കയ്യിലൊരു സോക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ സോക്സ് വേറെ ഒന്നിനും അല്ല കേട്ടോ, കാലിലും കയ്യിൽ ഇടാനൊന്നുമല്ല, നമ്മുടെ ഫോൺ സേഫായി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സോക്സ് ഇപ്പം കയ്യിലെടുത്തിട്ടുള്ളത്. നമ്മുടെ മമ്മേൻ്റെ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാച്ചിയും മമ്മയും ഞാനും കൂടിയാണ് നമ്മുടെ താഴെ വയലിലേക്ക് പോകുന്നത്. ഗായ്സ്, അപ്പം നമ്മൾ അടയ്ക്കയെല്ലാം പറിക്കാനാണ് കേട്ടോ ഇന്ന് പോകുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇതേ ഈ ഒരു ചെടി കണ്ടില്ലേ? ഈ ഒരു ചെടി ഭയങ്കര ശല്യക്കാരനാണ് കേട്ടോ. ഭയങ്കരമായിട്ടാണ് ഇപ്പോൾ ഈ ചെടി പറമ്പിൽ ഫുള്ളായിട്ടുണ്ട്. ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ 10 പ്രാവശ്യം വീഴിക്കും. ആ കഴിവാണ് നമ്മുടെ ഈ ചെടിക്കുള്ളത്. അങ്ങനെ നമ്മളിപ്പം ഉറവേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കിടക്കുന്നത്. നമ്മളെപ്പോൾ വേണമെങ്കിലും വീഴാം. ഇനി കുറച്ചും കൂടെ നടന്നാൽ മതി കേട്ടോ. ഗായ്സ്, അപ്പം നല്ല വെയിലുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയ സമയത്ത്. എല്ലാ പ്രാവശ്യവും ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ അടയ്ക്കയെല്ലാം പറിക്കാറുള്ളത്. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ അടയ്ക്കയെല്ലാം പാകാവും. നമ്മളിപ്പോൾ ഉള്ളത് കുളത്തിൻ്റെ അടുത്താണ് കേട്ടോ. മഴ പെയ്തത് കൊണ്ട് തന്നെ ആ വരൾച്ചയെല്ലാം മാറിയിട്ട് അത്യാവശ്യം കുറച്ച് വെള്ളമെല്ലാം നമ്മുടെ കുളത്തിലുണ്ട് കേട്ടോ. ഇപ്പം നമ്മളുള്ളത് അമ്മ പേരേൻ്റെ അടുത്താണ്. അവിടെയാണ് നമ്മുടെ അടയ്ക്കതേ കൂട്ടിയിട്ടിട്ടുണ്ട്, പറിച്ചത് കുറച്ച്. ഇനി ഇതെല്ലാം നമ്മൾ അടർത്തിയെടുത്തിട്ട് ചാക്കിലേക്ക് മാറ്റിയിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഞാനും അമ്മയും കൂടെ നമ്മുടെ അടയ്ക്കയെല്ലാം അടർത്തിയിട്ട് ചാക്കിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഈ പ്രാവശ്യം നമ്മുടെ അടയ്ക്ക തീരെയില്ല, വളരെ കുറവാണ്. മാത്രമല്ല നമ്മുടെ കവുങ്ങെല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കവുങ്ങിനും പ്രായമായി തുടങ്ങി ഗായ്സ്. അപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ചാക്കിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ പേരമരത്തിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ അടയ്ക്ക നമ്മൾ പറിച്ചിട്ടിട്ടുണ്ട്. ഉള്ളതെല്ലാം തന്നെ നമ്മൾ പറിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ മമ്മയും കുഞ്ഞാറ്റിയും എല്ലാവരും ദേ ഇരിക്കുന്നു ഗായ്സ്. അപ്പോൾ ഇരിക്കാനുള്ള ആക്രാന്തം കൊണ്ട് ഞാൻ ഇരുന്നത് നമ്മുടെ പേരമരത്തിൻ്റെ കൊമ്പിലാണ് കേട്ടോ. എനിക്ക് സംഭവിച്ചെന്താ നിങ്ങൾ തന്നെ കണ്ടു നോക്ക് ഗായ്സ്. ഇപ്പം എൻ്റെ മുണ്ട് കീറിയിട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാം.